ഇന്ന് നമുക്ക് ബ്രഹ്മചര്യത്തെക്കുറിച്ച് സംസാരിക്കാം. എന്താണ് ബ്രഹ്മചര്യം? മനുഷ്യ ജീവിതത്തിൽ വിധിക്കപ്പെട്ടിട്ടുള്ള 4 ആശ്രമങ്ങളിൽ ആദ്യത്തേത്. ശരിയാണ്. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ബ്രഹ്മചര്യം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ സർവ അവസ്ഥകളിലും എല്ലായ്പ്പോഴും എല്ലായിടത്തും മൈഥുനത്തെ വർജിക്കുക എന്നർത്ഥം. ശരിയാണ്. ഇത് പാലിക്കുന്നവനാണ് ബ്രഹ്മചാരി. സ്വാമി, ഈ നൈഷ്ഠിക ബ്രഹ്മചാരി എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ബ്രഹ്മചാരികളെ 4ആയി തരംതിരിച്ചിട്ടുണ്ട്. അതിൽ മരണം വരെ ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് ഗുരുവിനെയും മാതാപിതാക്കളെയും ധ്യാനിച്ച് ജീവിതം നയിക്കുന്നവരാണ് നൈഷ്ഠിക ബ്രഹ്മചാരി. അത് ക്ലേശകരമല്ലേ സ്വാമി? അടിച്ചേൽപ്പിക്കപ്പെടുമ്പോഴേ എന്തും ക്ലേശകരമാകും. ജന്മന സർവാത്മന ഒന്നും ക്ലേശകരമാകുന്നില്ല ശിഷ്യ. ഇതാ സ്വാമി വെള്ളം. കുട്ടി, കുട്ടി, ഇതെവിടെയാ എന്റെ സ്കൂട്ടർ? കുട്ടിക്കും സ്കൂട്ടറിനും ഒന്നും പറ്റിയിട്ടില്ല. ദൈവാധീനം. ആട്ടെ, എങ്ങനെയാ വീണത്? നല്ല സ്പീഡിലാ വന്നേ. ഒരു നായ ക്രോസ് ചെയ്തു. ഇനിയെങ്കിലും സൂക്ഷിച്ചു പോണം. നമ്മളെന്താ പറഞ്ഞു വന്നത്? ബ്രഹ്മചര്യത്തെ പറ്റി. ശിഷ്യൻ എന്താ ആകെ ഒരു മ്ലാനത, മനസ്സിനെ എന്തോ അലട്ടുന്ന പോലെ. ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്ന ഒരു സ്വാമി പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയെ കോരിയെടുത്തില്ലേ? സഹജീവിയോട് കാണിക്കുന്ന കരുണ. ആ കുട്ടിയുടെ സ്ഥാനത്ത് ആരായിരുന്നാലും നാം അങ്ങനെ തന്നെ ചെയ്യും. ഈശ്വര അനുഗ്രഹത്താൽ ആ കുട്ടിക്ക് ഒന്നും സംഭവിച്ചില്ല. ബോധം തെളിഞ്ഞു. നന്ദി പറഞ്ഞ് ആ കുട്ടി പോവുകയും ചെയ്തു. ഇപ്പോഴും മനസ്സുകൊണ്ട് ആ കുട്ടിയെ കോരിയെടുത്തിരിക്കുന്ന ശിഷ്യനാണ്. അതാണ് തെറ്റ്. ആ കുട്ടിയെ ആ മനസ്സിൽ നിന്ന് ഇറക്കി വിട്ടേരെ. ഉള്ളത് പറയാമല്ലോ. ബ്രഹ്മചാരികൾ ഈ കോരിയെടുപ്പ് നിഷിദ്ധമാണെന്ന് അറിയുക.